നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര ജീവിതങ്ങളാ അമ്മ ചതറിപ്പോന്നെ. അപ്പൊ നിന്റെ ജീവിതവും മോളെ അതൊക്കെ എപ്പോഴേ താളം തെറ്റി കിടക്കുക അമ്മേ. അത് എത്ര കൂട്ടിയാലും ശരിയാവാത്തൊരു കണക്ക്. അതുമല്ലെങ്കിൽ കുറെ അക്ഷരങ്ങൾ കൈമോശം വന്നൊരു പുസ്തകം. അതുപോലെയൊക്കെയാ എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് തോന്നുന്നത്. അതൊന്നും ഒരിക്കലും ശരിയാവില്ല. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായാലോ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ? അതും എന്റെ കൂടപ്പിറപ്പിന് വേണ്ടിയല്ലേ അമ്മേ. മോളെ, ഒരമ്മ എന്നുള്ള നിലയില് എങ്ങനെയാ ഞാൻ നിനക്ക് നന്ദി പറയാ? എന്താ അമ്മ ഇത്? ഒരു മകളുടെ ജീവിതം പച്ചപിടിക്കാൻ മറ്റൊരു മകളുടെ ജീവിതം തല്ലി തകർക്കണം. എന്തൊരു വിധിയാ എന്റെ ദേവി. അമ്മ തല്ലി തകർക്കാണെന്നൊന്നും കരുതണ്ട. അത് അങ്ങനെ അതിന്റെ വിധിന്ന് കരുതിയാ മതി. ഇങ്ങനെ അതല്ലെങ്കിൽ രോഹിത് ശ്യാമെ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവര് തമ്മിൽ പിണങ്ങേണ്ടതായിരുന്നു. ഞാൻ ഗർഭിണിയാണെന്ന് വിഷ്ണുവേട്ടൻ കള്ളം പറയണ്ടായിരുന്നു. സീമന്ത ചടങ്ങിൽ വെച്ച് ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് സത്യാമ്മ തിരിച്ചറിയണ്ടായിരുന്നു. അങ്ങനെ ജീവിതം ചിലപ്പോഴേ നമ്മളെ ചിലപ്പോ ഒരു പ്രത്യേക ഘട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു നിർത്തുവമ്മേ. പിന്നെ അതിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ജീവിതം തന്നെ നമ്മളെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യിച്ചോളും. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അങ്ങനെ വേറൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യങ്ങള്? ആലോചിച്ച് നോക്കിയാ ഉണ്ടെന്ന മറുപടിയെ കിട്ടൂ. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടേ ഇതില് അങ്ങനെ വലിയ ത്യാഗമൊന്നും ഇല്ല അമ്മേ. എന്നാലും മോളെ, അമ്മേ ഈ വിഷയം നമുക്കിവിടെ നിർത്താം. ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഇവിടെ സംസാരിക്കില്ല. ശ്യാമ അടക്കമുള്ളവരുടെ മനസ്സില് മുറിവുകൾ മാത്രമേ അതുണ്ടാക്കൂ. എന്റെ വയറ്റിൽ വളരുന്നത് എന്റെ വിഷ്ണുവേട്ടന്റെ കുഞ്ഞല്ല. അങ്ങനെ ഒരു കുഞ്ഞു തന്നെ ഉണ്ടായിട്ടില്ല. ജനിക്കാൻ പോകുന്നത് രോഹിത്തിന്റെയും ശ്യാമയുടെയും കുഞ്ഞ. എന്റെ പൊന്നും മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കാര്യം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഇവിടെയെങ്കിൽ ഇവിടെ, അവിടെ വൃന്ദാവനത്തിലാണെങ്കിൽ അങ്ങനെ. ഇവിടുന്നാരും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല. ഇടപെട്ട് നാണക്കേടുണ്ടാക്കാനും കുടുംബത്തിന്റെ സൽപ്പേര് കളയാനും ഇവിടെ ആർക്കും താല്പര്യമില്ല. അച്ഛാ, സന്ദീപൻ, അനക്കേ, നിങ്ങൾ പോയി വണ്ടി കയറ്, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല.
വരുന്നില്ലെന്നോ? എടാ, അതൊക്കെ അവര് നോക്കിക്കോളും. അവൾ എവിടെയോ പോയി ഗർഭമുണ്ടാക്കിന്ന് വെച്ച് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നെ? അവന്തികേ, കുറെ നേരമായി ഞങ്ങളെ പരിഹസിക്കുന്നു. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞാൻ എന്ത് പരിഹസിച്ചു? ഞാൻ പറഞ്ഞതുള്ളതല്ലേ. ഇത് കൊള്ളാലോ. ഇതിപ്പോ എല്ലാം കൂടെ എന്റെ കുറ്റമായോ? അനിയത്തി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ദേഷ്യം എന്നോടല്ല രൂപയെ തീർക്കേണ്ടത്. സന്ദീപേ, നീ വരാൻ നോക്ക്. എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അനൂപേ, നമുക്കിറങ്ങാം. ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സംസാരിക്കാം. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് പോയാ മതി എല്ലാരും. നിന്റെ ഏട്ടത്തിയുടെ അനിയത്തിയുടെ ഒരു പ്രശ്നം, അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. അതെ, ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. സന്ദീപേ, നീ എന്തൊക്കെ സത്യമാണ് എടുത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗേ, നിന്നെ അവര് ചതിക്കുക. നീ അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നടക്കാൻ പാടില്ലാത്ത വിവാഹമാണ് നടന്നിരിക്കുന്നത്. ആ ജോൾസിന്റെയും ദേവയാനിയുടെയും കള്ള നാടകം ഞാൻ പൊളിക്കും. ഒരു കാരണവശാലും ഒന്നാകാൻ പാടില്ലാത്ത ജാതകങ്ങളാണ് ഇവരുടേത്. എന്റെ മഹിയേട്ടന്റെയും ഗംഗയുടെയും ജീവിതത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. മഹിയേട്ടനോടുള്ള ഗംഗയുടെ സ്നേഹത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്. അതിന് ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇനിയിപ്പോ എന്താ ജോലിശ്രീ ചെയ്യേണ്ടത്? ഇതിന് പരിഹാരമൊന്നുമില്ലേ? പരിഹാരമുണ്ട്. ഇതോടെ നിങ്ങളുടെ കപടമുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. പക്ഷേ അല്പം കഠിനമാണ്. എത്ര കഠിനമായ പരിഹാരവും ചെയ്യാം. എന്റെ ജീവൻ പോലും കൊടുക്കാം. മഹേട്ടന് ഒന്നും വരാൻ പാടില്ല. ഞാൻ എന്താ ജോത്സരെ ചെയ്യേണ്ടത്? ഗംഗേ, നീ പുറത്തേക്ക് വാ. അവര് നിന്നെ ചതിക്കും. പുറത്തേക്ക് പോ ഗംഗേ. കരയാതെ ഗംഗേ, പരിഹാരം പറഞ്ഞു തരാന്ന് ജോലിശ്രീ പറഞ്ഞില്ലേ? നീ അതനുസരിച്ചാ മാത്രം മതി. അതെ, പരിഹാരത്തിലൂടെ തൽക്കാലം മൃത്യുവിനെ തടയാൻ സാധിക്കും. ഗംഗേ, നീ അവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവര് നിന്നെ ചതിക്കും. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക ഗംഗേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. 3 മാസത്തേക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. നിന്നെ സഹായിക്കാൻ എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല.
എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുക. എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഭർത്താവെന്ന രീതിയിൽ കുട്ടി അയാളെ നോക്കാൻ പോലും പാടില്ല. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അന്യരായിരിക്കണം. ഒരു കഠിന വ്രതമെടുക്കുന്ന മാനസികാവസ്ഥയിലായിരിക്കണം ഈ 3 മാസവും കഴിയാൻ. ശരി, ജോത്സര് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. മഹേട്ടന്റെ കൺമുന്നിൽ പോലും ചെല്ലാതിരിക്കാം. 3 മാസത്തെ കുട്ടിയുടെ കഠിന വ്രതത്തിന് ശേഷം പ്രത്യേക പൂജകളും പ്രതിവിധികളും നടത്തി ദാമ്പത്യം തുടരാം. തൽക്കാലം ഇത് മാത്രമേ വഴിയുള്ളൂ. എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്റെ മഹേട്ടന്റെ ദേഹത്ത് ഒരു പോറല് പോലും സംഭവിക്കാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗുരുമ്മ ഇനി എന്നാ വരുന്നേന്ന് വല്ലതും പറഞ്ഞിരുന്നോ? കൃത്യമായി അറിയില്ല. ശ്രേയ വരുമ്പോ ശ്രേയയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഗുരുവമ്മ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. ആകെ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് ഞാൻ. ഗൗരിയുടെ ശല്യമെല്ലാം ഒഴിവാക്കി വിവാഹം നടത്താൻ ശ്രമിച്ചെങ്കിലും അതും വെറുതെയായി. അവസാന നിമിഷം മഹേട്ടൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ഗുരുവമ്മ ഗൗരിയുടെ കാര്യത്തിൽ വേണ്ടതെല്ലാം ചെയ്തതല്ലേ? ബാക്കി സംഭവിച്ച കാര്യങ്ങളൊന്നും ഗുരുവമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതെ, ഇതൊന്നും നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ട് സംഭവിച്ചല്ല. പക്ഷെ നഷ്ടം സംഭവിച്ചത് എനിക്കാ. എന്റെ സ്വപ്നങ്ങളെല്ലാം വെറുതെയായി. ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നതും വെറുതെയായി. എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. ഗംഗയെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടേ പറ്റൂ. പക്ഷെ ഗംഗയെ സംരക്ഷിക്കാൻ ആ ഗൗരിയുണ്ട്. ആദ്യം ഗൗരി ഇല്ലാതാക്കണം. അത് കഴിഞ്ഞേ ഗംഗ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശ്രേയയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. അടുത്ത പൗർണമി വരെ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വരുന്ന അമാവാസിക്ക് ഗൗരിക്ക് ശക്തികൾ കൂടാനും വരം ലഭിക്കാനും സാധ്യതയുണ്ട്. വരോ? എന്ത് വരം? അതൊന്നും വ്യക്തമല്ല. അടുത്ത പൗർണമി വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും. ഭഗവാനെ, ശ്രീ മഹേശ്വര, മഹേട്ടന് എന്നും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മഹേട്ടനെന്നും ഉയർച്ചയും ദീർഘായുസും ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ കാരണം മഹേട്ടന്റെ ജീവന് ആപത്തുണ്ടാവുമെന്നറിഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അതിനെല്ലാം ഞാൻ കാരണമാവുന്നറിഞ്ഞ ഞാൻ എന്ത് ചെയ്യും? മഹേട്ടനെ രക്ഷിക്കാൻ ജോത്സ്യം പറഞ്ഞതുപോലെ 3 മാസം ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ മഹേട്ടനോട് പറയും? ഞാൻ എന്ത് നുണ പറഞ്ഞാലും മഹേട്ടനത് സങ്കടാവില്ലേ? മാളൂട്ടോട് ഞാൻ എന്ത് സമാധാനം പറയും? ഈ ധർമ്മസങ്കടത്തിൽ എന്നെ രക്ഷിക്കണേ ഭഗവാനെ. എന്താ മാളു? ഗംഗയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. സർപ്രൈസോ? ആ, ദാ ഗംഗയെ ആരാ വിളിക്കുന്നേ നോക്കേ. ഹലോ. ഹലോ. മഹേട്ടാ, ഗംഗ എന്തെടുക്ക? ഞാനിവിടെ റൂമിലുണ്ട് മഹേട്ടാ. ആണോ? മറന്നു.
അല്ല, രാവിലെ ഗംഗ എന്നോട് പോലും പറയാതെ അമ്മയുടെ കൂടെ എവിടെ പോയതാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുറിവിന്റെ ആഴം എത്ര വലുതാണെന്ന് അറിയില്ല. എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട, ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. വിളിച്ചുണർത്തി ആരെയും അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ അങ്ങ് പോയിക്കോളാം. എന്താ ഇത്, പോകാനോ? അവിടെ ഇരിക്കും. ചോര തുടച്ചാലേ മുറിവിന്റെ ആഴം അറിയാൻ പറ്റൂ. മുറിവിൽ അമർത്തി പിടിച്ചോ, ഞാൻ ഡ്രസ് ചെയ്ത് തരാം.
നീറ്റിലും പുകച്ചിലും ഉണ്ടാവും. ഞാൻ കാരണം ലച്ചൻ ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ. നല്ല സമയത്താ പുറത്തു വരാൻ തോന്നിയത്. ഞാൻ അങ്ങനെ കരുതുന്ന. ലച്ചൻ ഒച്ച ഉണ്ടാക്കിയ പോരെ, എന്തിനാ അയാളെ തടയാൻ പോയത്? അയാള് വാതിൽ കുത്തി തുറക്കാൻ നോക്കുമ്പോ നോക്കിയിരിക്കാൻ പറ്റുമോ? അയാളുടെ ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നുമില്ലെങ്കിലും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഭാഗ്യം, രക്തം നിന്നിട്ടുണ്ട്. വലിയ ആഴത്തിലുള്ള മുറിവല്ല. ഭാഗ്യത്തിന് കത്തി വരഞ്ഞാ പോയത്. എന്നെ കൊല്ലാനൊന്നും കഴിയില്ല എന്ന് ഒരു വട്ടം കൂടി തെളിഞ്ഞു. സഞ്ജുവിനെയും സ്വാതിയെയും ലക്ഷ്യം വെച്ച് തന്നെയാ അവര് വന്നത്. നമ്മളെ പുറത്തു കണ്ടപ്പോ ഒരു കൂട്ടർ നമ്മുടെ നേരെ തിരിഞ്ഞതാ. സഞ്ജുവിനും സ്വാതിക്കും തുണയായത് അതിലാ. നന്ദി പറയേണ്ടത് ഡോക്ടറോടാ. ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലെങ്കിൽ എന്താകുമായിരുന്നു? എന്താകാനാ? സഞ്ജുവിന്റെയും സ്വാതിയുടെയും കാവൽമാലാക്ക് ഇവിടെ ഉള്ളപ്പോ ഒന്നും സംഭവിക്കില്ല. അല്ല, അതിരിക്കട്ടെ, എന്തിനാ എന്നോട് ഗാർഡനിലേക്ക് രാത്രി വരാൻ പറഞ്ഞത്? ഇപ്പോ അത് പറയാനുള്ള സന്ദർഭവും സാഹചര്യമല്ല. ലച്ചു റൂമിലേക്ക് വെക്കുള്ളൂ. അവര് ദക്ഷ അയച്ച ആൾക്കാരായിരിക്കുമല്ലേ? ഇന്ന് ശാന്തിമുഹൂർത്താണെന്നുള്ള കാര്യം ദക്ഷ എങ്ങനെ അറിഞ്ഞു? അതറിയിക്കാൻ ഇവിടെ തന്നെ ആളുണ്ടല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ വീട്ടിൽ പലരുടെയും ജീവൻ ഏതു നിമിഷവും പൊലിഞ്ഞു പോവാം. ഒന്ന് നിന്നെ. രക്തം വീണ്ടും ഒഴുകിയ എന്നെ വിളിക്കാതിരിക്കരുത്. ഞാനിന്ന് ഉറങ്ങില്ല. ഇതെന്റെ ഹൃദയത്തിൽ വീണ മുറിവ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെയിറ്റ്, വിശാൽ, വിപിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത്രയും നാള് ഇയാള് വേഷം മാറി ഈ വീട്ടിൽ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു ഇയാള് മാത്രമല്ല. ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയല്ലേ? അപ്പോ ശേഖരനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീയൊന്ന് ചോദിച്ചാൽ ശേഖരൻ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങള് അവള് പറഞ്ഞു തരും. അയാൾ ആരായിരുന്നു തനിക്കറിയാമായിരുന്നു? അതറിഞ്ഞിട്ടും താനത് എന്നോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാമായിരുന്നു. എനിക്കറിയായിരുന്നു ചന്ദ്രശേഖര മേനോനാണെന്ന്. എനിക്കറിയാമായിരുന്നു. അമ്മയുടെ വാക്ക് കേട്ട് ശേഖരമേനോനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. അയാളെ ഇവിടെ വെച്ച് തന്നെ ഇന്നലെ തന്നെ തീർക്കണമായിരുന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് അവൻ വേഷം മാറി ഇവിടെ തന്നെ വന്ന് താമസിച്ചു. ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു. എല്ലാം അറിഞ്ഞിട്ടും, അയാൾ ശേഖരമേനോനാണെന്ന് അറിഞ്ഞിട്ടും പാർവതി അത്
അതുകൂടി മറച്ചു വെച്ചു. പാർവതി എന്തിനത് ചെയ്തു? അവളിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്നും എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ശേഖരമേനോടൊപ്പം ചേർന്ന് പാർവതിയും എന്നെ ചതിക്കായിരുന്നില്ലേ? എന്നെ മാത്രമല്ല, ഈ കുടുംബത്തെ. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയാനും നിൽക്കണ്ട. അത് ഇന്നലെ രാത്രി തന്നെ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നമുക്കിടയില് ഇനി യാതൊരു ബന്ധവുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി എത്ര തന്നെ ശ്രമിച്ചാലും അത് കേൾക്കാൻ ആരും കൂട്ടാക്കില്ല. പ്രഭാവതി അവൾ കരുതിക്കൂട്ടിയിരുന്നതുപോലെ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കും. വിശാലിനെ അവൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കും. പാർവതി രക്ഷിക്കണം. വിശാലിനെ സത്യങ്ങൾ ധരിപ്പിക്കണം. മരിക്കുന്നതിനു മുമ്പ് പ്രഭാവതിയെക്കുറിച്ചുള്ള സകല വസ്തുതകളും തെളിവുകൾ സഹിതം വിശാലിനെ അറിയിക്കണം. അത് തെളിയിക്കണം. പ്രഭാവതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അവൾ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കണം. ഹലോ വിശാലേ, ഇത് ഞാനാ, ശേഖരൻ. ശേഖരമേനോൻ. ശേഖരമേനോനോ? എടോ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണോ താൻ എന്നെ വിളിക്കുന്നത്? വിശാലിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നെ കൊല്ലാനുള്ള പകയിലും ദേഷ്യത്തിലുമാണ് വിശാലിപ്പോ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇതൊന്നും കൊണ്ട് എന്റെ കോൾ കട്ട് ചെയ്യരുത്. ദയവീത് ഞാൻ പറയുന്നത് വിശാല് കേൾക്കണം. ഞാൻ പറയുന്നത് വിശാൽ വിശ്വസിക്കണം. എടോ, തന്നെ എന്റെ കൈ കിട്ടിയ അന്ന് തന്റെ അന്ത്യോ. നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഞാൻ എവിടെ ഒളിച്ചിരിപ്പില്ല വിശാലെ. ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചോടിയിട്ടുമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വിശാലിനെ കാണണം. അതിനുമുമ്പ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ അമ്മയ്ക്ക് തുല്യം വിശ്വസിക്കുന്ന പ്രഭാവതിയില്ലേ, അവളും മഹാവഞ്ചകിയാണ്. അവള് നിന്നെയും നിന്റെ കുടുംബത്തെയും ചതിക്കുക. അവള് നിന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളൊക്കെ കപടമാണ്. നിനക്കത് ബോധ്യപ്പെടണം. നിന്നെ ഞാനത് ബോധ്യപ്പെടുത്തി തരാം. എടോ, തന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. താനെ എന്നെ ഇവിടെ മിസ്ലീഡ് ചെയ്യാനും നോക്കണ്ട. എടാ, ഞാൻ നിന്നെ ഒരു തരത്തിലും മിസ്ലീഡ് ചെയ്യുന്നില്ല. പ്രഭാവതിയുടെ ചതിയുടെ കഥകൾ, തെളിവുകളടക്കം ഞാൻ നിന്നെ കാണിക്കാം. അത് കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന നീ വിശ്വസിച്ചാ മതി. ഇപ്പൊ നീ ഞാൻ പറയുന്നിടത്തേക്ക് വാ. എന്താ, അതിന് നിനക്ക് ഭയമുണ്ടോ? ഭയം നിനക്ക് വേണ്ട. നിന്നെ കാണാനേ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വരാടാ, നീ പറയുന്നിടത്തേന് ഞാൻ വരാം. എവിടെ വരണമെന്ന് പറ. നിന്നെ ഞാൻ അവിടെ വന്ന് കാണാം. എനിക്ക് കാണണം നിന്നെ. നിന്നോടുള്ള കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. പറയടാ, ഞാൻ എങ്ങോട്ടാ വരേണ്ടത്?
അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്കെന്തായാലും വിശാലിനെ കണ്ടേ മതിയാവും. ഞാൻ പുഴക്കരയിലുണ്ട്. വിശാൽ ഇങ്ങോട്ട് വരണം. ഞാൻ ഇപ്പൊ തന്നെ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമ ഇതെവിടെയാ? ഞാനിവിടെ അപ്പൂനൊരു മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നതാ. നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാ. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് കിട്ടൂ, അതുകൊണ്ടാ. ഇവിടെ ഓഫീസിൽ വലിയ പ്രശ്നമോ? എന്താ അറിഞ്ഞേട്ടാ? അഭിരാമി ബാഗിൽ നിന്ന് ഫോട്ടോസും ID കാർഡും എടുത്ത് നൽകാന്ന് പറഞ്ഞ് പോയിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ശ്യാമ, എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏട്ടാ, അത് പ്രശ്നമാവുമല്ലോ. ഇപ്പോ ID കാർഡും ഫോട്ടോസും കിട്ടിയില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് അഭിരാമിയെ ഏൽപ്പിക്കുമെന്ന് ഐശ്വര്യ പറയുന്നത്. അറിയാലോ, ഐശ്വര്യ പറഞ്ഞതാ. ഏട്ടാ, ഏട്ടൻ അവിടെ സമാധാനമായിട്ട് നിൽക്ക്. ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കാം. എന്നാലും ശ്യാമ പെട്ടെന്ന് ID പ്രൂഫും ഫോട്ടോസും സംഘടിപ്പിക്കാന്ന് പറഞ്ഞ നമുക്ക് ശ്രമിച്ചു നോക്കാം, അല്ലാതെ പറ്റില്ലല്ലോ. അല്ല, അപ്പൂന് മെഡിസിൻ കൊണ്ട് കൊടുക്കണ്ടേ ശ്യാമേ? അത് അത്യാവശ്യമുള്ള കാര്യമല്ല. തൽക്കാലത്തേക്കുള്ള മെഡിസിൻ ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ ഉടനെ വരാം അരുണേട്ടാ. അരുൺ ശ്യാമയാണ് വിളിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞത് ശരിയാണോ? ഇവനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ശ്യാമയാണോ? ഈശ്വര, എത്ര നേരം എനിക്കിങ്ങനെ നിൽക്കാനാവും? ഇപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോയുമായി വരുന്നതും കാത്തു നിൽക്കുമായിരിക്കും അവിടെ എല്ലാവരും. ശ്യാമ എന്താ ഇവിടെ? ജാസ്മിന്റെ 3 ഫോട്ടോസ്, പിന്നെ ജാസ്മിന്റെ ID കാർഡ്. അല്ല, ഇതെങ്ങനെ ശ്യാമ അറിഞ്ഞു? അരുണേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോസും ID കാർഡുവാ. പിന്നെ ID കാർഡിന്റെ ഫോട്ടോയും അഡ്രസ്സും ഒക്കെ അവളുടേതാ. പേര് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. ജാസ്മിനാക്കി പുതിയ ID കാർഡ് ഉണ്ടാക്കി. എന്നാലും ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ? അത് പിന്നെ ID തിരുത്തലൊക്കെ തികച്ചും തെറ്റായ കാര്യ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയായി പോയില്ലേ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത്. അശ്വതേച്ചി ശ്രീകുട്ടി ഓർത്താ നല്ല കാര്യത്തിനായതുകൊണ്ട് എന്നോട് ദൈവം പുറത്തോളും. എന്റെ ശ്യാമേ, ഞാൻ ആകെ പെട്ട് നിൽക്കായിരുന്നു. പോലീസിലാവുന്ന തന്നെ പേടിച്ചു. ഈ ഉപകാരത്തിന് ഞാൻ നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നന്ദി പറയേ? ചേച്ചിയോ? എന്നോടോ? എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. താങ്ക് യു ശ്യാമേ. പിന്നെ ഈ ID കാർഡ്, അത് ചേച്ചി ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള എന്റെ വിശ്വാസവും. വെറുതെ സംസാരിച്ച സമയം കളയണ്ട. അവരവിടെ ചേച്ചി വെയിറ്റ് ചെയ്യായിരിക്കും. ചേച്ചി വേഗം ചെല്ലാൻ നോക്ക്. അത് ശ്യാമേ, ഇത് നിന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോ അല്ലേ? IDയിലും അത് തന്നെ. ഇനി സംശയിച്ച് ആ ഐശ്വര്യങ്ങാൻ എന്റെ മുഖം കാണണമെന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? ഇത്രയാകാങ്കി അതിനാണോ പോം വഴിയില്ലാത്ത? എന്നാ പറയ് ശ്യാമേ. ചേച്ചി ഒരു കാര്യം ചെയ്യാം. മനസ്സിലായല്ലോ? ചേച്ചി വേഗം ചെന്നേ. താങ്ക് യു ശ്യാമേ, താങ്ക് യു സോ മച്ച്. അയ്യോ, വേഗം ചെല്ലേ ചേച്ചി, ചെല്ലേ. പാവാശ്വതേച്ചി, കണ്ണാ കാത്തോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുണേ, നീ എന്തിനുള്ള പുറപ്പെടാ? മനസ്സിലായില്ല. നീ നിന്റെ കാമുകിയെ തന്ത്രപരമായി നമ്മുടെ ഓഫീസിൽ ജോലിക്ക് വെച്ചിരിക്കുവല്ലേ?
ആദ്യേട്ടനോട് ഇതാരാ പറഞ്ഞേ? ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയേ. എന്റെ ഏത് കാമുകിയുടെ കാര്യം ഏട്ടൻ ഈ പറയുന്നേ? ഓ എടാ അഭിരാമി, അല്ലാതെ നിനക്ക് വേറെ കാമുകിമാരുണ്ടോ? എടാ 4 ആളറെ നീ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്നോളാ ഐശ്വര്യ. ഒരു നിമിഷം നീ ഐശ്വര്യയെക്കുറിച്ച് ഓർത്തോ? അതും ഐശ്വര്യയുടെ കൺമുന്നിൽ തന്നെ അവളെ കൊണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ രണ്ടാൾക്കും എത്രമാത്രം ധൈര്യമുണ്ട്? ആദ്യേട്ടന് അമൃതേട്ടത്തിന്റെ മക്കളുടെ കാര്യം നോക്കിയാ പോരെ? വീണ്ടും വീണ്ടും എന്റെ കാര്യത്തിൽ എന്തിനാ എങ്ങനെ ഇടപെടുന്നേ? അത് നീ എന്റെ അനിയനായതിന്റെ പേരില്ല. നീ മുന്നോട്ടും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. അനുജൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്, നല്ല അഭിനയം. എടാ അഭിനയം ഞാനോ? അത് നിന്റെ മുമ്പിലോ? വേണ്ട, പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഏട്ടൻ ഒന്നും എന്നെ കൊണ്ട് വെറുതെ പറയിക്കണ്ട. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും കൂടി എന്റെ അഭിരാമി എന്നിൽ നിന്ന് അകറ്റിയത്? ആണോ? അഭിരാമിയും നിന്നെയും അകറ്റിയെന്നോ? അത് ഞാനും നമ്മുടെ അമ്മയും. ഇതൊക്കെ നിങ്ങൾ ആരാ പറഞ്ഞത്? ഏട്ടാ വേണ്ട, രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ നല്ല ആളാവാൻ ശ്രമിക്കണ്ട. എല്ലാം എനിക്കറിയാം. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടന്റെ ഈ ഡ്രാമ വേണ്ട. ഞാൻ അങ്ങനൊന്നും. ഏട്ടാ വേണ്ട. ഇപ്പൊ ഐശ്വര്യ കരുതിയിരിക്കുന്നത് അഭിരാമി ആദ്യേട്ടന്റെ കാമുകയാണെന്നാ. ശ്രീകുട്ടി ആദ്യേട്ടന്റെ മോളും. ഐശ്വര്യയുടെ ആ വിശ്വാസം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാ ഇവിടെ എല്ലാവർക്കും നല്ലത്. ഇത്രയൊക്കെ ദ്രോഹം നിങ്ങൾ എന്നോട് ചെയ്തിട്ടും ഇപ്പോഴും ഏട്ടനാണെന്നുള്ളൊരു സ്നേഹം അതെന്റെ മനസ്സിൽ എവിടെയോ ഉണ്ട്. ഇനിയും അഭിരാമിയെ കണ്ടെത്തൽ, അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്നേക്കരുത്. ജാസ്മിൻ എന്ന പേരിൽ നമ്മുടെ ഓഫീസിലുള്ളത് എന്റെ അഭിരാമി തന്നെയാണ്. ഇനി അവളുടെ നേർക്ക് നിങ്ങളൊരു ചെറുവിരൽ അനക്കിയ അപ്പോ ആ നിമിഷം ഏട്ടനാണെന്നുള്ള ആ ചെറിയ പരിഗണന ഞാനങ്ങ് അവസാനിപ്പിക്കും. അപ്പോ ഈ അരുൺ ആരാന്ന് നിങ്ങൾ അറിയും. അത് ഓർമ്മിരിക്കട്ടെ. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും കൂടി എന്റെ അഭിരാമി എന്നിൽ നിന്ന് അകറ്റിയത്? രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ നല്ല ആളാവാൻ ശ്രമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഉത്സവം നടത്താൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. തൃപ്പങ്ങോട്ട് നിന്ന് പണ്ടേ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ മരിച്ചു പോയി എന്നാണ് എന്റെ വിശ്വാസം. ഇവിടത്തെ വക്കീൽ ഏതോ നാടക നടിയെ കോടതിയിൽ ഹാജരാക്കി അനുകൂല വിധി നേടിയെടുത്തു. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ അനുജത്തിമാര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ കൈക്ക് വജ്രമോതിരം മാത്രമല്ല ഈശ്വരിയമ്മേ, ഇത് വേണമെങ്കിൽ ഈശ്വരി അമ്മയ്ക്ക് എങ്ങനെ മരിക്കാനാ ഇഷ്ടം? കുത്തേറ്റ് ചാവണോ അതോ വെടിയേറ്റ് ചാവണോ? ഈ മാരണ ചത്തില്ലേ
എന്താ മേഘനാഥ മിഴിച്ചു നോക്കുന്നേ? ഈ ഈശ്വരി അമ്മ കാലപുരി പോകിയെന്ന് വിചാരിച്ചോ നീ? എന്നാലേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു നിന്റെ അവസാനം കാണാൻ. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? തൃപ്പങ്ങോട്ട് തറവാട്ടുകാരുടെ വക്കീലാണോ നിങ്ങള്? അന്ന് വലിയ വക്കീൽ പത്മനാഭനായിരുന്നു നീ ചതിച്ചു കൊന്ന മറ്റൊരു പാവ മനുഷ്യൻ. ഒരു തെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു കൂവിയാലുണ്ടല്ലോ. അതെ, മേഘൻ സാറിന്റെ വീറും ദേഷ്യമൊന്നും ഈശ്വര്യമ്മയോട് വേണ്ട. ദൈവചൈതന്യമുള്ള സ്ത്രീ അവരെ തൊട്ടാൽ നാടളകും. അയ്യേ, എന്തൊക്കെ അവിടെ നടക്കുന്നത്? നല്ലൊരു ഉത്സവവും നല്ലൊരു ദിവസമായിട്ട് സ്ത്രീമൂല സ്ഥാനത്തിന് മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കരുത്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ആവശ്യം? തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നിന്ന് ദേവിക്കുള്ള തിരുവാഭരണം എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. സാറൊന്നും മിണ്ടാതിരി സാറേ. ഇതിപ്പോ ദേശത്തിന്റെ പൊതുവായിട്ടുള്ളൊരു ആവശ്യമില്ലേ, അതങ്ങ് നടക്കട്ടെ, അത്ര തന്നെ. മുമ്പത്തെ പോലെ ആന അമ്പാരി ഒന്നും വേണ്ട, നിങ്ങൾ പൂജാരിയെ കൊണ്ട് വന്നാ മതി. തറവാട്ടിൽ നിന്ന് തിരുവാഭരണം കൊണ്ടുപോവാ. സാർ ആദ്യം ദേവി ഒന്ന് തൊഴട്ടെ, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. പറഞ്ഞ സാറേ, നമുക്ക് ദേവി തൊഴാം. ഒന്ന് പറയാം. തീർന്നു മേഘനാഥ, നിന്റെ ജാതകം വലിച്ചു കീറി ഹോമാഗ്നിയിൽ എരിക്കാനാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. രാധയോടൊപ്പം ഇവിടെ ഇനി ഈ ഈശ്വരിയമ്മ ഉണ്ടാവും നിന്നെ അവസാനിപ്പിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുഷ്പൻ ചേട്ടാ, അച്ഛന്റെ മട്ട് കണ്ടിട്ട് ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. പണി പാളൂ? ഏയ്, ധൈര്യമായിട്ട് വാ. ഇവർ തൃപ്പൻകോട്ടെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ മതി. ചന്ദ്രേട്ടന് സന്തോഷമാകും, എനിക്കുറപ്പാ. ആ, കണ്ടറിയാം. എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്താതിരുന്നാ മതിയായിരുന്നു. എല്ലാരും എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കേറി വാ ഇങ്ങോട്ട്. എല്ലാരും നിക്ക്. നമ്മളെല്ലാരും അകത്തോട്ട് കയറും മുമ്പ് എനിക്കൊരു വലിയ രഹസ്യം ചന്ദ്രേട്ടനോട് പറയാനുണ്ട്. രഹസ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതെന്താ എല്ലാരെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട്? ആളെണ്ണം കുറവാണല്ലോ. അത് പറയാം. അതിനു മുമ്പ് ആ വലിയ രഹസ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് നിക്കു പുഷ്പ, ഞാനൊന്ന് നോക്കട്ടെ. തൃപ്പങ്ങോട്ടെ ദർശനയും സൗഭാഗ്യം വന്നു. രാധ മാത്രം ഈ കൂട്ടത്തിൽ ഇല്ല അല്ലേ? രാധ എവിടെ പോയി? ചോദിച്ചത് കേട്ടില്ലേ? അഞ്ജലി എന്ന് നിങ്ങൾ വിളിക്കുന്ന രാധക്കുഞ്ഞ് എവിടെ പോയെന്ന്. ചന്ദ്രേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു ഈ രഹസ്യം? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. സത്യം പറഞ്ഞ ഞാനെന്താ തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കളെ ആട്ടി ഓടിക്കുമെന്ന് കരുതിയോ? അത് കൊള്ളാം. രാധയെ ഞാൻ ഒരുപാട് വാരി ഊട്ടിയിട്ടുണ്ട്. ദാ ഈ കൈ കൊണ്ട് തന്നെ. അവളെന്റെ മുമ്പിൽ വന്നിട്ടും സാഹചര്യം പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെയൊക്കെ ഈ നാടകം ഞാൻ പൊളിച്ചടിക്കേനെ. അമ്മാവാ, മനഃപൂർവ്വം അല്ല ഞങ്ങള്. സ്വന്തം പേരിൽ ജീവിക്കാൻ ഒരു സാഹചര്യവും കിട്ടാതെ പോയി. പിടിക്കപ്പെട്ട ജീവൻ പോലും പോകുന്നുള്ളൊരവസ്ഥയില് ഇങ്ങനെ മുഖം മറിച്ച് ജീവിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല. തൃപ്പങ്ങോട്ടെ കുട്ടികളുടെ കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും വാസുദേവൻ എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ സ്ഥാനത്തായിരുന്നു. ആ ഉത്തരവാദിത്വം ഞാൻ ഇനിയെങ്കിലും കാണിച്ചല്ലേ പറ്റൂ. കാണിക്കും ഞാൻ.
അല്ല, രാധയും കൃഷ്ണനും എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. പിന്നാലെ വരുന്നുണ്ടാവൂലേ? ഇല്ലമ്മേ. ഇല്ലേ? പിന്നെ എവിടെ പോയി അവര്? സത്യം പറഞ്ഞ അറിയില്ല. പ്രസാദേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇതുവരെ. രാധയോ? വല്യേച്ചി രാത്രി തന്നെ തൃപ്പങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ വരുമെന്നാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ശരി ശരി, അവര് വരട്ടെ. നിങ്ങൾ കേറുവാ, വന്ന കാര്യം നിൽക്കണ്ട. ഈ അച്ചൂട്ടന് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യൽ ഇളനീരൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. പാടാമെടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വൈശാഖാണല്ലോ, എന്തോ കാര്യം ഉണ്ടാവും. പറയൂ വൈശാഖ്. ആന്റി, നമ്മൾ പറയുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. പിന്നെ കടുംപെടുത്തോ മുത്തശ്ശിക്ക്? ആര്? രാജലക്ഷ്മി അമ്മയ്ക്കോ? ആ, കല്യാണ തീയതി കുറിപ്പിക്കാതെ പണം കയ്യിൽ തരില്ലെന്നാ പിടിവാശി. നന്ദിനിക്കോ? അവര് പണം കൈമാറാൻ തയ്യാറായി വന്നതാ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. പണം കയ്യിൽ കിട്ടാതെ മൈഥിലിയുമായിട്ട് മുങ്ങാനും പറ്റില്ലല്ലോ. ആന്റി, ഞാനൊരു ബെറ്റർ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ ഐഡിയ? ആന്റി, തീയതി കുറിപ്പിച്ച ആ നിമിഷം പണം എന്റെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഒരു ഗജ ഫ്രോഡ് ജോൾസിനെ ഞാൻ അങ്ങ് ഇറക്കും. അയാളെ ഇറക്കി പരമാവധി മുന്നോട്ട് തള്ളിയ ഒരു കല്യാണ തീയതി അങ്ങ് കുറിപ്പിക്കാം. അത് കഴിഞ്ഞ് ഞാനും മൈഥിലിയും കൂടെ ആരും അറിയാതെ ഒരു മുങ്ങങ്ങ് മുങ്ങും. ഐഡിയ സൂപ്പറാ. പക്ഷേ ഇതിൽ എന്റെ കോൺട്രിബ്യൂഷൻ കൂടി വേണ്ടേ? വേണം. ജോൾസിന് ഞാൻ തരും. ഗജ ഫ്രോഡല്ല, അതുക്കും മേലെ. ഞാനൊരു ജോൾസിനെ അടിമപ്പണിക്ക് വിലക്കെടുത്തിട്ടുണ്ട്. അല്ല, അരിക്കൊമ്പനേക്കാൾ വലിയ ഗജ ഫ്രോഡാണോ? അരിക്കൊമ്പൻ മുണ്ടേ അല്ലല്ലോ, ഹീറോയിസമുള്ള അധോലോക നായകനല്ലേ. എന്റെ അടിമയായ ഈ ജോൾസിന് ഞാൻ നിന്റെ നമ്പർ കൊടുക്കും. അയാൾ നിന്നെ വിളിക്കും. കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ ഗജ ഫ്രോഡിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഓക്കെ ഓക്കെ. ആ പിന്നെ മറ്റൊരു കാര്യം കൂടി. മുങ്ങുന്ന കൃത്യസമയം മുമ്പേ അറിയിച്ചാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഏർപ്പാടാക്കി തരും. താങ്ക് യു ആന്റി. തീർന്നില്ലടാ. ബാംഗ്ലൂരിൽ ചെന്നാലേ അവിടെ ഒരാഴ്ച സുഖവാസത്തിനുള്ള സൗകര്യം കൂടി എന്റെ ചെലവിൽ ഞാൻ ചെയ്തു തരും. സന്തോഷായില്ലേ? സന്തോഷായി, വലിയ സന്തോഷം. എനിക്ക് സന്തോഷാകൂടാ. ചരിത്രം ആവർത്തിക്കല്ലേ ചെമ്പകമംഗലത്ത്. ആ തറവാട് ഇടിഞ്ഞു പൊടിഞ്ഞു തകരുന്നതും അവിടുത്തെ മനുഷ്യര് ഗതികെട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും എനിക്ക് കാണണം. ഈ ഇന്ദ്രജ അത് കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മ ഉറങ്ങിക്കാണോന്ന് ഞാൻ സംശയിച്ചു. ഇല്ല മോനെ, ഉറക്കം വരുന്നില്ല. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിലർക്ക് ഉറങ്ങാനേ പറ്റില്ല. അമ്മയ്ക്കിപ്പോ സന്തോഷം ആയതുകൊണ്ടായിരിക്കും ഉറങ്ങാൻ പറ്റാത്തത്. മോനെ, എനിക്കിപ്പോ സന്തോഷമാണെങ്കിലും ആലോചിക്കുമ്പോ അതിലേറെ സങ്കട. എന്താ അമ്മേ? അതെന്താന്ന് വെച്ചാ മീനാക്ഷി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്
ഏറെ നാളുകളായിട്ടില്ല. ഒരു മകൾക്ക് പകർന്നു കൊടുക്കേണ്ട സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ സ്നേഹം എനിക്കും ഏറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിച്ചു തീരും മുൻപേ അവൾക്ക് മറ്റൊരവകാശി വരുമ്പോ സ്വാഭാവികമായും എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ മോനെ? അമ്മ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാ. പിന്നെ മക്കളുടെ സന്തോഷല്ലേ ഏതൊരമ്മയുടെ സന്തോഷം. അത് വെച്ച് നോക്കുമ്പോ ഈ അമ്മ ഭാഗ്യവതിയ മോനെ. എന്റെ 2 മക്കൾക്കും സന്തോഷം നിറഞ്ഞ ജീവിതമാണല്ലോ. എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നു. അവൾ കല്യാണം കഴിച്ച് വൈശാഖിനൂടെ പോട്ടെ. അമ്മയ്ക്ക് ഒരു മകനില്ലേ എപ്പോഴും കൂടെ? അതെ, അതാണ് അമ്മയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ കാർത്തിക് അമ്മയുടെ മനസ്സൊന്നിടറിയാൽ, അമ്മയുടെ കണ്ണൊന്ന് നനഞ്ഞാൽ ആ നിമിഷം അമ്മയുടെ മുന്നിലെത്തുന്ന എന്റെ പൊന്നുമോൻ. അത് ശരി. അപ്പോഴേക്കും കരഞ്ഞോ? ഇനി എനിക്കൊരു മഹാഭാഗ്യം വരുന്നു. അമ്മ അച്ഛമ്മയാവുക. അത് കുഞ്ഞു മോനാണോ മോളാണോ ആരായാലും ഇനി ഞാൻ ലാളിച്ചു വളർത്താൻ പോകുന്ന അതിനെയാ. നിന്നെ പാടി ഒരുക്കിയ താരാട്ടുകൾ അമ്മയുടെ മനസ്സിലിങ്ങനെ ഈണമായി ഒഴുകുക. എന്നെ പോലെ പുണ്യം ചെയ്ത് വേറൊരു സ്ത്രീ ഈ ഭൂമിയിൽ ഇല്ലെന്ന് തന്നെ എനിക്കിപ്പോ തോന്നുന്നു. അമ്മേ, വേറൊരു കാര്യം പറയാനാ ഞാനിപ്പോ അമ്മയെ തിരക്കി വന്നത്. എന്താ മോനെ? അമ്മ നാളെ രാവിലെ ഒരുങ്ങിയിരിക്കണം. ഏറ്റവും നല്ല സാരി ഉടുത്ത് ഒരു സുന്ദരി അമ്മയായി എന്റെ കൂടെ ഒരിടം വരെ വരണം. എവിടേക്കാ മോനെ? കല്യാണത്തിന് നമുക്ക് ആദ്യം ക്ഷണിക്കേണ്ടത് ഒരു VIP. ആ VIP ക്ഷണിക്കാൻ നമുക്ക് ഒരുമിച്ച് പോണം. ആരാടാ മോനെ VIP? വല്ല IG മറ്റോ ആണോ? അതൊക്കെ നേരി കാണുമ്പോ അറിഞ്ഞാ മതി. എന്തായാലും അമ്മ പോവാൻ തയ്യാറായിക്കോ. ഞാൻ രാവിലെ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.